പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഷാഇറുസ് സ്വഹാബ, സ്വഹാബികളിലെ കവിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളുടെ മഖാം ഇന്ന് ജോർദാനിൽ, അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത്, എനിക്ക് അനുഭവമുണ്ട്, നമ്മുടെ കൂടെ യാത്ര ചെയ്ത് വന്നവരുണ്ടായിരുന്നു. ആ മഖാമിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയൊരു സുഗന്ധം അവിടെ അനുഭവിക്കാൻ കഴിയും. അവിടെ ആരും സെന്റ് വന്ന് പൂശയൊന്നും ചെയ്യുന്നില്ല. അതിലേക്ക് കടക്കുമ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു സുഗന്ധമാണ്. അത് ഇന്നും ഒരു 6 മാസം മുമ്പ് വരെ ഞാൻ അനുഭവിച്ചു. വലിയൊരു സുഗന്ധമാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. നിബിതങ്ങൾ 3ാമത് പതാക പിടിക്കണമെന്ന് പറഞ്ഞ സ്വഹാബിയാണത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവിടുത്തെ നാട്ടുകാരായ ആളുകളാണ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ആ മഖാമിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്ത സുഗന്ധം അതിന്റെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും. അത് വേറെ പരിസരത്തൊന്നും കാണാം. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇവിടെ ആരും ഒരു സെന്റും ഒരു അത്തറും പൂശാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഇല്ലതാനും. പക്ഷേ ആ സ്വഹാബിയുടെ നന്മയായിരിക്കണം കറാമത്തെന്നോണം ഇന്നും അതവിടെ അനുഭവിക്കാൻ കഴിയും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു മൂസയിലേക്ക്